മഞ്ജു വാര്യരെക്കുറിച്ച് അധികമാരും അറിയാത്ത ചില കാര്യങ്ങൾ. മലയാളത്തിന്റെ സൂപ്പർ ലേഡി എന്നാണ് മഞ്ജു വാര്യരെ വിശേഷിപ്പിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ 14 വർഷത്തിന് ശേഷമുള്ള നടിയുടെ തിരിച്ചുവരവ് മലയാളി പ്രേക്ഷകർ ഇത്രയേറെ ആഘോഷിക്കില്ലായിരുന്നു. അതും വിവാഹമോചിതയായി വരുമ്പോൾ. തുടക്കകാലത്ത് സംവിധായകരെ പോലും ഞെട്ടിച്ച 19കാരി 14 വർഷത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അഭിനയത്തിലും പെരുമാറ്റത്തിലും ജീവിതം പഠിപ്പിച്ച പക്വതയുണ്ടായിരുന്നു. സ്വാഭാവിക അഭിനയം മഞ്ജുവിനെയും പ്രേക്ഷകരിലേക്ക് വീണ്ടും അടുപ്പിച്ചു. മഞ്ജു വാര്യരെ ഇത്രയേറെ സ്നേഹിക്കുമ്പോഴും നടിയെക്കുറിച്ച് അധികമാരും അറിയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണെന്ന് നോക്കാം. തൃശൂർ ജില്ലയിലെ പുള്ളു എന്ന ഗ്രാമത്തിലായിരുന്നു മഞ്ജുവിന്റെ കുടുംബം. 1979 നവംബർ 1 നാഗർകോവിലായിരുന്നു മഞ്ജുവിന്റെ ജനനം. ചിന്മയ വിദ്യാലയത്തിലും തുടർന്ന് SN കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. മഞ്ജുവിന് ഒരു സഹോദരനാണുള്ളത്, മധു വാര്യർ. മധുവും ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യരുടെ അരങ്ങേറ്റം. 1995 ചിത്രം റിലീസ് ചെയ്യുമ്പോൾ മഞ്ജുവിന് 17 വയസ്സായിരുന്നു പ്രായം. 1996 അടുത്ത ചിത്രം സല്ലാപം. ദിലീപിനൊപ്പം മഞ്ജു ആദ്യമായി അഭിനയിച്ചത് സല്ലാപത്തിലാണ്. അതിനുശേഷം 25ഓളം ചിത്രങ്ങളിൽ മഞ്ജു വീണ്ടും വേഷമിട്ടു. പല കഥാപാത്രങ്ങളിലൂടെയും മഞ്ജു പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും അത്ഭുതപ്പെടുത്തി. സ്കൂൾ പഠനകാലത്ത് തന്നെ മഞ്ജു നൃത്തത്തിൽ കഴിവ് തെളിയിച്ചതാണ്. കേരള യുവജനോത്സവത്തിൽ കലാതിലകമായിട്ടുമുണ്ട്. മകൾ മീനാക്ഷിയുടെ ഗുരു ഗീതാ പത്മകുമാറിൽ നിന്നാണ് മഞ്ജു കുച്ചിപ്പുടി പഠിച്ചത്. 2012 ഗുരുവായൂർ അമ്പലത്തിൽ മഞ്ജുവിന്റെ കുച്ചിപ്പുടി അരങ്ങേറ്റം നടന്നു. സിനിമകളിലും മഞ്ജു തന്റെ നൃത്തത്തിലെ കഴിവ് തെളിയിച്ചു. 2013 മഞ്ജു സല്ലാപം എന്ന തന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. ജീവിതത്തിലെ ഓർമ്മകളാണ് തന്റെ പുസ്തകത്തിലുള്ളതെന്നാണ് മഞ്ജു പറഞ്ഞത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത്. 18ാമത് ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. 1998 സംവിധാനം ചെയ്ത ദയ എന്ന ചിത്രത്തിലാണ് മഞ്ജു വാര്യർ അന്വേഷണത്തിലെത്തിയത്. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു നായിക അത്തരത്തിൽ വെല്ലുവിളി നിറഞ്ഞ ഒരു കഥാപാത്രമായി എത്തിയത്. സിനിമാറ്റോഗ്രാഫറിൽ നിന്ന് സംവിധായകരെ തൊപ്പിയണിഞ്ഞ വേണുവാണ് ചിത്രമൊരുക്കിയത്. ചിത്രത്തിൽ ദേശീയ തലത്തിൽ 3 പുരസ്കാരങ്ങൾ ലഭിച്ചു. 1999 കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിന് ദേശീയ തലത്തിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു. 1996 ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും മഞ്ജു നേടി. 5 തവണ ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ 14 വർഷത്തിന് ശേഷം തിരിച്ചുവരവ് നടത്തിയ മഞ്ജു ഇതിലൂടെയും പുരസ്കാരങ്ങൾ ഒത്തിരി നേടി. 1999 പത്രം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന മഞ്ജു വിവാഹമോചനത്തിന് ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മടങ്ങി വരികയായിരുന്നു. ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിച്ചത്. സിനിമയ്ക്കകത്ത് വലിയൊരു സുഹൃത്ത് വലയം മഞ്ജു വാര്യർക്കുണ്ട്. ഗീതു മോഹൻദാസ്, ഭാവന, ശ്വേത മേനോൻ, പൂർണിമ ഇന്ദ്രജിത്ത് അങ്ങനെ നീളുന്നു. മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളോടൊപ്പവും മഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ, ദിലീപ്, സുരേഷ് ഗോപി, ജയറാം, കുഞ്ചാക്കോ ബോബൻ. എന്നാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം മാത്രം ഇതുവരെ അഭിനയിച്ചിട്ടില്ല. Thank you for watching this video. Don't forget to subscribe to our channel.